കാര്യമാണല്ലോ അല്ലേ? കൈക്കോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെത്തി ഇത് എന്നിട്ട് വേറെ ഈ പുല്ല് നട്ട് പിടിപ്പിച്ച പുല്ലാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ മറ്റ് പുല്ലുകൾ, വലിയ പുല്ലുകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പുല്ലാണ്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യാൻ എളുപ്പമാണ്, വേറെ പുല്ല് വരികയില്ല. ഇപ്പം വേറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ പുല്ല് വളർന്നങ്ങ് നിൽക്കുക, നമുക്ക് അതിനകത്തോട്ട് കടക്കാൻ പറ്റാത്ത മാതിരിയില്ല. ഇതാ ഒരു ഉപ്പൻ ഹാപ്പി ബേർഡ്. പുല്ല് വെട്ടുമ്പോൾ അതിനകത്ത് വല്ല പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാൻ വേണ്ടിയിട്ട് ഹാപ്പി ബേർഡ് വന്നതാണ്. കണ്ടില്ല നടക്കുന്നത്. ഇത് നമ്മളുടെ സ്ഥലമാണ്. മൊത്തത്തിൽ 1 ഏക്കർ സ്ഥലം. ഒരു പല സംഭവങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ തോട് ചെല്ലുന്നത് ആ കുളത്തിലേക്കാണ്. നമ്മൾ കാണിച്ച ഒരു കുളമുണ്ടല്ലോ, കുളത്തിലേക്ക്. എവിടെ? ചെറുനാരങ്ങ. ചെറുനാരങ്ങയാണിത്. അടിയിൽ കിടക്കുന്നത് ചെറുനാരങ്ങയല്ലേ, ഒടിച്ചൂത്തിയാണിത്. ചെറുനാരങ്ങ ആണോ? അത് ശരി. ആ ഭാഗത്ത് കട്ട് ചെയ്ത് കാണിച്ചു. പുല്ല് ചെത്തുന്ന കഴിഞ്ഞു. ബാറ്ററി കഴിഞ്ഞു. ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അതെല്ലാം നമ്മള് ചിലര് ചെയ്യുന്നത് പെട്രോളിലാണല്ലോ. പെട്രോളിന്റെ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതിപ്പോ സേഫ് ആണ് സംഭവം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മണിക്കൂർ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കുറേശ്ശെ ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ ചാർജ് ഔട്ട് ആ വണ്ടി ഇരുന്നോളൂ. ഡോക്ടർ കിരൺ വി ചന്ദ്രശേഖറാണ്. മുഖം കാണിക്കുന്നില്ല ഞാൻ. എപ്പോഴും അധ്വാനിയാണ്. നമ്മൾ മരുന്നുമായിട്ട് മാത്രമല്ല മല്ലടിക്കുന്നത്, പറമ്പുമായിട്ടും മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കാരണം അസുഖങ്ങളൊന്നുമില്ല. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. കൈതച്ചക്ക ഉണ്ടോ? തിന്നുപോയോ? വേണ്ട, അവിടെ സ്ഥലമില്ല മോളെ. ഞാൻ പറമ്പിലൊന്നും കൊണ്ടുപോയി വെക്കുന്നില്ല. നമ്മുടെ പറമ്പിൽ സ്ഥലമില്ല. കുറേ ഉണ്ട്. കുറച്ച് കളഞ്ഞ ഒന്നും ചെയ്യണ്ട, വെറുതെ അങ്ങോട്ട് വെച്ചാൽ തന്നെ. അവിടെ ഉണ്ട്. എനിക്ക് ഒരെണ്ണം പഴുക്കാറായിട്ട് നിൽക്കുന്നുണ്ട്. ചെറുത് ഒരു ചെറിയ ഒരെണ്ണം എനിക്കവിടെ പഴുക്കാറായിട്ട് നിൽക്കുന്നുണ്ട്.